അൻഷിന്റെയും രുദ്രന്റെയും കണ്ണു നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പവും കണ്ണു നിറച്ചു. എന്തിനെന്ന് പോലും അറിയാത്തൊരു വേദന. ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. തനിക്ക് മുന്നേ ഈ ലോകത്തേക്ക് വന്ന തന്റെ ഏട്ടന്മാരാണ്. പക്ഷെ അവൾക്ക് അവരോട് എങ്ങനെ അടുക്കണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം പെണ്ണിന് ഓർമ്മ വന്ന് അജുവിനെയാണ്. കുഞ്ഞുമണി എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചവൻ. അവൾക്കറിയുന്ന ഏട്ടൻ അവനാണ്. ആദ്യമായി അവൾ അറിഞ്ഞ സഹോദര സ്നേഹവും അവനാണ്. പക്ഷെ അൻഷു രുദ്രൻ അവനെ പോലെയല്ല, ഒന്നും മിണ്ടുന്നില്ല. അതുപോലെ മാറി നിൽക്കുന്ന കൂടി കണ്ടതും അപ്പുവിന്റെ നോട്ട ആദിയിലേക്ക് തന്നെ ചെന്നു. അവന് മൂന്നാളെയും നോക്കി നിൽക്കുകയാണ്. അൻഷു രുദ്രനോ മുൻകൈയെടുത്തില്ലെങ്കിൽ ഒരിക്കലും തന്റെ കിളിക്കുഞ്ഞ് അവരോട് മിണ്ടാൻ പോകുന്നില്ലെന്ന് അവൻ ഉറപ്പാണ്. ഫൈറ്ററും ക്യാപ്റ്റനും മസിൽ പിടിച്ചെന്ന അവളും പേടിച്ച് മാറി നിൽക്കും. ശരിക്കും പറഞ്ഞ ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അവൾക്കറിയില്ലെന്ന് ആദിക്ക് മനസ്സിലായി. അവളെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് ഓർത്തുപോയി ആദി. അപ്പു ചെല്ല്. ആദ്യം അവളെ വിളിച്ചുകൊണ്ട് പതിയെ പറഞ്ഞതും മുഖമുയർത്തി അവനിൽ നിന്ന് നോക്കി അവൾ. ആ മുഖത്തെ ചിരി കണ്ടതും അവളും പതിയെ ഒന്ന് ചിരിച്ചു. ആദിയിൽ നിന്നകന്ന് അവർക്ക് മുന്നിലേക്ക് നടക്കുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അൻഷിനും രുദ്രനും തങ്ങളുടെ കൈ പിടിച്ച് പിച്ച വെച്ച് തുടങ്ങിയ കുഞ്ഞു പെങ്ങളെയായിരുന്നു ആ നിമിഷം ഓർമ്മ വന്നത്. രണ്ടും കൂടി മോളയിട്ട് ഓടിക്കാതെ അവൾ എവിടെയെങ്കിലും തട്ടി വീണു പോകും. മൂന്നുപേരുടെയും കളികൾക്കാണ് ദേവിയമ്മ രണ്ടുപേരോടുമായി അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞതും. അങ്ങനെയൊന്നും അവൾ വീഴില്ലമ്മേ, ഞങ്ങളില്ലേ, ഞങ്ങൾ നോയിക്കോളാം. അമ്മ പറഞ്ഞതിന് മറുപടി നൽകുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ പകുതി പോലും ഇല്ലാത്ത കുഞ്ഞു പെണ്ണിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവളുടെ കുഞ്ഞു കൈകളിൽ പിടുത്തമിട്ടിരുന്നു രുദ്രനും മനുഷ്യൻ. കിന്നരിപ്പല്ല് കാണിച്ച് തങ്ങളെ നോക്കി ചിരിക്കുന്നവളുടെ കയ്യിൽ പതിയെ മുത്തുമ്പോൾ അത്ര പോലും അവൾക്ക് നോവരുതെന്ന ചിന്ത മാത്രമായിരുന്നു ഇരുവർക്കും. രണ്ടുപേരുടെ ഉള്ളിൽ ആ ഓർമ്മകളായിരുന്നു. അതിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോഴേക്കും അരികിലെത്തി നിൽക്കുന്നുണ്ട് പെണ്ണ്. അവരോട് എന്തു പറയണേ, എന്ത് ചോദിക്കണേ, എന്ത് വിളിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അപ്പു. രുദ്രനും മനുഷ്യൻ പരസ്പരം ഒന്ന് നോക്കി. പിന്നെ രണ്ടുപേരും ഒരു ചിരിയോടെ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കുപ്പിവളയിട്ട് അവളുടെ കയ്യിലായി പിടുത്തമിട്ടു. കണ്ണുകൾ വിടർത്തി അവൾ അവരെ നോക്കുമ്പോഴേക്കും ആ കയ്യിലായി മുഖം അമർത്തി വെച്ച് കരഞ്ഞുപോയിരുന്ന രണ്ടുപേരും അപ്പുവെന്ന് ഞെട്ടി. കയ്യിൽ പതിക്കുന്ന അവളുടെ കണ്ണുനീർ ഹൃദയത്തെ ഒന്നാകെ പൊള്ളിക്കുന്ന പോലെ ആദിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാര്യമൊന്നും അറിയില്ലെങ്കിൽ പോലും ഞെട്ടി നിൽക്കുന്ന മൂന്നും കണ്ണു നിറച്ച് അവരെ നോക്കിപ്പോയി. അപ്പവും കരഞ്ഞു തുടങ്ങിയതും രണ്ടുപേരും എഴുന്നേറ്റ് ഒരുപോലെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മൂന്നാളും കരയുകയായിരുന്നു. ഉള്ളിലെ സങ്കടവും പരിഭവമെല്ലാം കണ്ണുനീരായി പുറത്തേക്ക് വന്നു. ഏറെ നേരെ ഏട്ടന്മാരുടെ നെഞ്ചിലെ ചൂടിൽ ഒതുങ്ങി നിന്നവൾ. കരയില്ലേ, ഏട്ടന്റെ കുഞ്ഞല്ലേ? രുദ്രൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് പറഞ്ഞതും കൗതുകത്തോടെ അത്രയും സ്നേഹത്തോടെ അവനെ നോക്കി നിന്നവൾ. തന്റെ സ്വന്തമാണവർ. എന്നും എന്തിനേയും പേടിയോടെ നോക്കുന്നവൾക്ക് അവരോട് യാതൊരുവിധ അപരിചിതത്വവും തോന്നിയില്ല. രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്ന പോലെ. ഒരു നിമിഷം അവൾക്കും വാക്കുകൾക്ക് ക്ഷാമം വന്നുപോയി. അപ്പയുടെ കയ്യിൽ ആദ്യമായി കണ്ട പൊടിക്കുഞ്ഞു തന്നെയായിരുന്നു അവൾക്ക് ആ നിമിഷം. അവൾ ആദ്യമായി കണ്ടപ്പോൾ തോന്നിയ കൗതുകം, അത്ഭുതം, വാത്സല്യം, അങ്ങനെ എന്തൊക്കെയോ. ഇന്ന് അവളെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ പോലും ആ ചോരക്കുഞ്ഞിനെ നോവാതിരിക്കാൻ പതിയെ ആദ്യമായി തൊട്ടു നോക്കിയതാണ് ഓർമ്മയിൽ. ഈ കരുതൽ തന്നെയാണ് അവരിൽ ഈ നിമിഷവും. കൈയും മനസ്സും വിറക്കുന്ന പോലെ. തങ്ങൾ ഇറുകെ പിടിച്ചാൽ അവൾക്ക് ഇതിലും വേദനിച്ചാലോ എന്ന പേടി. പകയും പ്രതികാരവും മാത്രമായി ജീവിച്ചവൾക്ക് മുന്നിൽ തെളിഞ്ഞ വെട്ടമാണ് അവൾ. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അൻഷിനും അപ്പുവിനോട് എന്ത് ചോദിക്കണം പറയണമെന്ന് അറിയാതെയായി. നമുക്ക് ഇറങ്ങിയാലോ ഏട്ടാ? അവരിനി നിന്ന് കരയും, തന്റെ കിളിക്കുഞ്ഞിനെയും കരയിക്കുമെന്ന് തോന്നിയ നിമിഷം ആദ്യമാണ് ചോദിച്ചത്. രണ്ടുപേരും മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. സൂഫി സർ, യു ക്യാൻ ഗോ. യെസ് സർ. ആദ്യ പറഞ്ഞതും അതനുസരിച്ചുകൊണ്ട് സൂഫിയും കൂടെ വന്ന ഗാർഡ്സും പുറത്തേക്ക് പോയി. അവര് പോയതും ആദിയുടെയും രുദ്രന്റെയും അൻഷിന്റെയും നോട്ടം എല്ലാം കണ്ടു മിഴിച്ചു നിൽക്കുന്ന 3 പേരിലേക്കുമായി. താങ്ക്സ്. എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്നറിയില്ല. ഞങ്ങളുടെ ജീവനെയാണ് നിങ്ങൾ രക്ഷിച്ചത്. ഞങ്ങൾ വരുന്നവരെ സംരക്ഷിച്ചത്. രുദ്രൻ പറഞ്ഞതും ആദി അൻഷു നന്ദിയോടെ അവരെ നോക്കി. അപ്പു അപ്പോഴാണ് അവരെ ഓർത്തത്. അവൾ വേഗം ഇഷുവിന്റെ അടുത്തേക്ക് ചെല്ലാനൊരുങ്ങിയതും അൻഷിന്റെ കൈകൾ അവളുടെ കയ്യിൽ പിടുത്തമിട്ടത് ഒരുമിച്ചായിരുന്നു. അത്ര പോലും അവൾ അകറ്റി നിർത്താൻ വയ്യാത്ത പോലെ. ഞാൻ ചേച്ചിമാരോട് അൻഷിനെ നോക്കി പതിയെ പറഞ്ഞു. കയ്യിലെ പിടിയൊന്ന് അയച്ചു കൊടുത്തവൻ ഭംഗിയായി ഒന്ന് ചിരിച്ചു കാണിച്ചു പെണ്ണ്. ഗൗരവത്തോടെ നിന്ന് അൻഷും പതിയെ പുഞ്ചിരിച്ചു പോയി. ഒരു പട്ടാളക്കാരന്റെ ആറ്റിറ്റ്യൂഡൊന്നും അപ്പുവിന് മുമ്പിൽ നടക്കില്ല. തങ്ങൾക്ക് മുമ്പിൽ കണ്ണു നിറച്ച് നിൽക്കുന്നവളോട് ഗൗരിക്ക് ഇഷുവിനും അനുവിനും വാത്സല്യമാണ് തോന്നിയത്. ഞാൻ ഒരുപാട് നന്ദി. എനിക്കറിയില്ല പറയാൻ. കേൾക്കാൻ പാടില്ലാത്ത കേട്ടപ്പോ ഒരു നിമിഷം ആരുമില്ലെന്ന് തോന്നിപ്പോയി. വേറൊന്നും ചിന്തിച്ചില്ല. മരിച്ചാൽ മതിയെന്ന് തോന്നി. ചേച്ചിമാര് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സന്തോഷം എനിക്ക് കിട്ടില്ലായിരുന്നു. എന്റെ ആദ്യേട്ടനെ അവിശ്വസിച്ചു. ഞാനില്ലാതെ. അവളുടെ കൈ പിടിച്ച് വിതുമ്പിക്കൊണ്ട് പതിയെ പറഞ്ഞു തുടങ്ങിയതും ആദ്യം അതൊന്നും കേൾക്കാൻ വയ്യാത്ത പോലെ അവള് വലിച്ച് നെഞ്ചോട് ചേർത്തു. ഒരു നിമിഷം അവൾ മരണം ആഗ്രഹിച്ചു. അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് കേട്ടതും സഹിക്കാൻ വയ്യാത്തതുപോലെ. തന്റെ പ്രാണൻ പോലും അവളിലാണ്. അവളാണ് തന്റെ അശ്രദ്ധ മൂലം അത്രയും വലിയൊരു തീരുമാനമെടുത്തത്.
ആ ഒരു കാര്യത്തിൽ പോലും സ്വയം കുറ്റപ്പെടുത്തുകയായിരുന്നു ആദി. കാരണം അവന്റെ കിളിക്കുഞ്ഞിനെ അവളുടെ ചിന്തകളെയും വരെ അവന് കൃത്യമായിട്ട് അറിയാം. ഒരിക്കൽ കൂടി അവരോട് നന്ദി പറഞ്ഞിട്ടാണ് 3 പേര് അപ്പുവിനെയും കൂട്ടി പോയത്. ഫ്ളാറ്റിന്റെ വാതിലടച്ച് തിരിഞ്ഞതും മുന്നിലെ ജഗ്ഗിലിരുന്ന വെള്ളമെടുത്ത് അങ്ങനെ കുടിച്ചു വന്നു. കുറച്ച് സമയം കൊണ്ട് ഞെട്ടിയതിന് കണക്കില്ല. അതിന്റെ ദാഹം തീർത്തതാണ്. എന്നാലും എന്തൊക്കെയാ കർത്താവേ ഉണ്ടായത്? അന്യൊരു നിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. ബാക്കി രണ്ടും അവൾക്കരികിൽ വന്നിരുന്നു. ഇങ്ങനൊരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇഷു. ഗൗരിയാണ്. നീയോ? ഞങ്ങളും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അന്യുവാണ് അവൾക്കുള്ള മറുപടി നൽകിയത്. ഞാനതല്ല ആലോചിക്കുന്നേ, മത്സരിച്ച സ്നേഹിക്കുക ഇത്രയാളുണ്ടായിട്ട് അപ്പു എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ ഒരുങ്ങിയെന്നാ? അതിന് വല്ലതും പറ്റിയെന്ന് ഇപ്പൊ പോയി 3 ആൾക്കും ഭ്രാന്തായി പോയനെ. സത്യം. പിന്നെ അതൊരു പാവം കൊച്ച. ശരിക്കും ഈ ജനറേഷനിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ശരിക്കും ഒരു അത്ഭുതമാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഗൗരി പറഞ്ഞു നിർത്തിയെന്നും ബാക്കി രണ്ടുപേരും അത് ശരിവെക്കുന്ന പോലെ ഒന്ന് മൂളി. ഹോസ്പിറ്റൽ വരാന്തയിൽ അകത്ത് കിടക്കുന്നവന് കാവലെന്ന പോലെ ഇരിപ്പാണ് അജുവാക്കി. അകത്ത് ജിത്തുവുമുണ്ട്. സ്വന്തം അച്ഛന്റെയും മുത്തശ്ശന്റെയും ഒക്കെ ക്രൂരത അവരെ പാടെ തകർത്ത് കളഞ്ഞു. ഒപ്പം ആദ്യം തങ്ങളുടെ ആരുമല്ല എന്ന സത്യം. അതിലേറെ വേദന തോന്നിപ്പോയത് അവൻ സത്യയുടെ മകനാണെന്ന തിരിച്ചറിവാണ്. 2 പാവങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നവനെയാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരിൽ നിന്നും പറിച്ചു മാറ്റിയതെന്നുള്ള സത്യം. ഒരു തരത്തിലും സ്വന്തം കുടുംബത്തിൽ ആരെയും ന്യായീകരിക്കാൻ അവർക്കായില്ല. മകൻ മരിച്ചുപോയെങ്കിൽ ഒന്നുകിൽ ആരുമില്ലാത്തൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താം. ആരുമില്ലാത്തൊരു കുഞ്ഞിന് തുണയാവുന്നതിനൊപ്പം അതൊരു പുണ്യപ്രവൃത്തി കൂടി ആയിരുന്നേനെ. പകരം അവർ 2 പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചു. 2 കുടുംബങ്ങളെ ഇല്ലാതെയാക്കി. സത്യ എന്ന മനുഷ്യന് 4 നിരപരാധികളെ കൊല്ലേണ്ടി വന്നു. എല്ലാത്തിനും കാരണം തങ്ങളുടെ കുടുംബമാണ്. രുദ്രനും മനുഷ്യൻ സൂര്യയും ഒന്നിനെയും ഇനി വെറുതെ വില്ലെന്ന് ഉറപ്പാണ്. അതുവരെ 3 പേര് അടങ്ങി നിന്ന് അവളുടെ അപ്പ ഒന്നും അറിയരുതെന്ന് കരുതിയാണ്. ഇപ്പോൾ അവളെയും എല്ലാം അറിയിച്ചു കാണും. ആ ഒരു ഓർമ്മയിൽ അജുവിന്റെ കണ്ണു നിറച്ചു. ഒക്കെ അറിയുമ്പോൾ അവൾക്ക് അവളുടെ അപ്പയും അമ്മയെ ഇല്ലാതാക്കിയത്, ഏട്ടന്മാരുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയത് എല്ലാം തന്റെ കുടുംബമാണെന്നറിഞ്ഞാൽ അവൾ തന്നെയും വെറുക്കും. പിന്നെ ഒരിക്കലും ഏട്ടായി എന്ന് വിളിക്കില്ല. അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയൊന്നും തനിക്കില്ല. അവളെപ്പോലെ ഒരു പെങ്ങളെ കിട്ടാനുള്ള ഭാഗ്യവുമില്ല. ഓരോന്ന് ഓർക്കുന്നോറും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിപ്പോയവന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവാൻ, ഉറക്കെ ഒന്ന് കരയാൻ. അഗി ഞാൻ പോരാ. നീ ഉണ്ടാവില്ല ഇവിടെ? എവിടെ കേട്ടോ? ഏയ് ജസ്റ്റ് ഒരു ഡ്രൈവ്. അത്രയും പറഞ്ഞ് അഗിയുടെ മറ്റൊരു ചോദ്യത്തിന് മുഖം കൊടുക്കാതെ എഴുന്നേറ്റ് നടന്നവൻ. അജുവിന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് പിന്നെ അഗിയൊന്നും പറഞ്ഞില്ല. സൂര്യ എവിടെ പോയത് അനുഷ്? സിറ്റ് ഔട്ടിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ കാണെ രുദ്രനാണ് ചോദിച്ചത്. അവൾക്കരികിൽ തന്നെ അനുഷും നിൽക്കുന്നുണ്ട്. മാൻഷനിൽ വന്ന അപ്പുവിനെ തങ്ങളെ ഏൽപ്പിച്ച് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണ് സൂര്യ. ഒരു കോൾ വന്നപ്പോൾ രുദ്രൻ അതുമായി ഓഫീസ് റൂമിലേക്ക് പോയതായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയാൻ തിരിച്ചു വന്നിട്ടില്ല. പെണ്ണിന്റെ മുഖമൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അത് കാണാൻ ഏത് നേരമാണെങ്കിലും ഒരു കരച്ചിൽ അവരും പ്രതീക്ഷിച്ചു. ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് അവളോട് തോന്നിയത്. ACP വാസുദേവയുടെ മകൾ സൂര്യ വിളിക്കുന്ന പോലെ ഒരു പാവം കിളിക്കുഞ്ഞു തന്നെയാണ്. അൻഷ അവിടെ കയ്യിൽ പിടിച്ച് അരികിലേക്ക് ഇരുത്തിയതും ആണോ എന്ന പോലെ അവനെന്ന് നോക്കിയവൾ അൻഷു രുദ്രനൊന്ന് ചിരിച്ചു. അതെ, ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയോടെ നോക്കുന്നവളോടെ അൻഷും വാത്സല്യത്തോടെ മറുപടി നൽകി. അപ്പോഴേക്ക് ആദിയുടെ കാർ മാൻഷന്റെ ഗേറ്റ് കടന്ന് വന്നിരുന്നു. കാറിലിരുന്നതിന് ആദി കണ്ടിരുന്നു തന്നെയും നോക്കിയിരിക്കുന്നവളെ. അവനിലൊരു പുഞ്ചിരി വിരിഞ്ഞു. സീറ്റിൽ വെച്ചിരിക്കുന്ന പേപ്പർ കവറും എടുത്ത് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ. നീ എവിടെ പോയതായിരുന്നു? ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? അൻഷിന്റെ ശബ്ദം ഒന്ന് ഉയർന്നതേ അപ്പു ഒന്ന് ഞെട്ടി. അരികിലിരിക്കുന്ന രുദ്രന്റെ കയ്യിൽ മുറുകെ പിടിച്ചുപോയി. സൂര്യ പറഞ്ഞ രുദ്രന് അപ്പുവിന്റെ അവസ്ഥയെല്ലാം അറിയാം. അവള് പേടിച്ചതും അൻഷും വല്ലാതെയായി. അവനും മനഃപൂർവ്വമല്ല അങ്ങനെ ചോദിച്ചു. അത് മനസ്സിലായെന്ന് സൂര്യ അവനെ നോക്കി കണ്ണിച്ചിമ്മി കാണിച്ചു. അപ്പുവിന്റെ ഈ ഒരു അവസ്ഥയിൽ വല്ലാത്ത വേദന തോന്നിപ്പോയി 2 പേർക്കും. അതിനു പിന്നിലുള്ള കാരണം ഓർക്കെ കണ്ണുകൾ ഇറുക്കി അടച്ച് അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു രുദ്രൻ. സൂര്യയുടെ കണ്ണും ചുവന്ന് കലങ്ങിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾക്ക് മുന്നിലായി മുട്ടുകുത്തിയിരുന്നവൻ. കണ്ണു തുറക്കന്റെ കിളിക്കുഞ്ഞേ. കുറുമ്പോടെയുള്ള അവന്റെ ശബ്ദം കേട്ട് നേരത്തെ ഒരു ചിരി അവളിൽ വിടർന്നു. ഒരു നിമിഷം 3 പേരുടെ ഉള്ളൊന്ന് പിടച്ചു. വല്ലാത്തൊരു വേദന തോന്നിപ്പോയി അവർക്ക്. ഒരാളും ഇത്രയും പാവമാവാൻ പാടില്ല. അവളെ നോക്കിക്കൊണ്ട് തന്നെ ആദി അവളുടെ വെളുത്തു ചുവന്ന വലതുകാലിൽ പിടുത്തമിട്ടു. കണ്ണുകൾ വിടർത്തി നോക്കുന്നവളിൽ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെ കൊണ്ടുവന്ന കവറിലെ ബോക്സിൽ നിന്ന് നിറയെ കിലുങ്ങുന്ന മണികളുള്ളൊരു വെള്ളിക്കുലുസ് എടുത്തു. അനുഷരുദ്രനും പരസ്പരം ഒരു ചിരിയോടെ നോക്കുമ്പോൾ ആദ്യം അവളുടെ കാലിലായി അത് കെട്ടിക്കൊടുത്തു. എന്നോട് പറയാതെയും ഞാൻ അറിയാതെയും ഇനിയും ഇറങ്ങിപ്പോവാൻ എന്റെ കിളിക്കുഞ്ഞിന് തോന്നിപ്പോയാലേ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ. കൊലിസിട്ട കാലിൽ പിടിച്ച് തട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും നുണക്കുഴി കാണിച്ച് പതിയെ ചിരിച്ചവൾ. 3 പേരുടെ ഹൃദയവും നിറഞ്ഞു. ആ ചിരി ഇനി ഒരിക്കലും മായാതെ കാക്കാൻ കൂട്ടിന് അവരുണ്ടാവും ഇനി എന്നും.